ഈ പ്രമേഹ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ പഞ്ചസാര കൂടുതലായി കാണുന്ന അവസ്ഥയ്ക്കാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം എന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് തന്നെ പ്രമേഹ രോഗം അല്ലാത്തതിന് ഒരു പേരുണ്ട്, ഡയബറ്റീസ് ഇൻസിപ്പഡസ്. അതിന് പ്രമേഹ രോഗവുമായിട്ട് ബന്ധമൊന്നുമില്ല. അതിൽ മൂത്രം കൂടുതൽ പോകുന്നു എന്നല്ലാതെ മൂത്രത്തിൽ പഞ്ചസാര കാണുകയില്ല. ഇത് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്നാണ്. മെല്ലിറ്റസ് എന്നതിൻ്റെ അർത്ഥം സ്വീറ്റ് എന്നാണ്. സംസ്കൃതത്തിൽ ഡയബറ്റീസ് മെല്ലിറ്റസിൻ്റെ പേര് മധുമേഹ് എന്നാണ്. കാരണം പണ്ട് കാലത്ത് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവിനെ തിട്ടപ്പെടുത്താനുള്ള സാധന സാമഗ്രികൾ ഇല്ലാത്ത സമയത്ത് പഴയ വൈദ്യന്മാരെല്ലാം മൂത്രം രുചിച്ച് നോക്കിയിട്ടാണ് പഞ്ചസാരയുടെ അളവ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് വെച്ചാൽ നല്ല പഞ്ചസാരയുടെ രുചി വരും എന്നുള്ളതാണ്. ഡയബറ്റീസ് ആഗോളപരമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ആവശ്യം രോഗികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അവരുടെ രോഗം എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കുവാനും ആ രോഗത്തെ എങ്ങനെ തടയാമെന്ന് അവരെയും അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ ബന്ധുക്കളെയും മനസ്സിലാക്കുവാനും ബോധവത്കരിക്കാനും വേണ്ടിയാണ് നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ ആചരിക്കുന്നത്. ലോകമെമ്പാടും 170 രാജ്യങ്ങളിൽ നിന്നുള്ള 230 ഓർഗനൈസേഷൻസ് കൂടിയ ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫൗണ്ടേഷൻ. പണ്ടെല്ലാം ഇൻസുലിൻ ആവശ്യമായുള്ള ഇപ്പോഴത്തെ രോഗികൾക്ക് പണ്ടെല്ലാം അവർക്ക് ഇൻസുലിൻ കിട്ടാതെ മരണമടയുകയായിരുന്നു. പക്ഷേ ഇൻസുലിൻ കണ്ടുപിടിച്ചത് ബാൻഡിക് ആൻഡ് ബെസ്റ്റ് എന്ന 2 യുവ ഡോക്ടർമാരാണ് കാനഡയിൽ. അതിൽ ബാൻഡിങ് 1923 കണ്ടുപിടിച്ചതാണ് ഇൻസുലിൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അതുകൊണ്ടാണ് അന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ ആചരിക്കുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് എത്ര തരമുണ്ടെന്ന് ചോദിച്ചിട്ട് പ്രധാനമായും ഡയബറ്റീസ് 4 തരമാണ്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. എനിക്ക് 1 കൊല്ലം പ്രായമുള്ള കുട്ടികൾ ഡയബറ്റീസുകാർ രോഗികളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഡയബറ്റീസ് അതാണ് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അവരുടെ പാങ്ക്രിയാസിൽ നിന്നുള്ള ഒരു ഹോർമോൺ ഇൻസുലിൻ കൊണ്ടാണ് എല്ലാവരുടെയും പഞ്ചസാര രക്തത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത്. ഇപ്പം നമ്മളൊരു നോർമലായ ഒരാൾ എത്ര പഞ്ചസാര കഴിച്ചാലും അലുവ കഴിച്ചാലും ലഡു കഴിച്ചാലും നമ്മുടെ പഞ്ചസാര ഒരു പരിധിയിൽ കൂടുതൽ പൊങ്ങില്ല. അതിൻ്റെ കാരണം അതനുസരിച്ച് പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഇൻസുലിൻ പുറപ്പെടുവിക്കും. ഈ ടൈപ്പ് 1 ഡയബറ്റീസുള്ള പാവപ്പെട്ട കുട്ടികളിൽ അവരുടെ പാങ്ക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് അവർക്ക് ഷുഗർ ഉണ്ടാകുന്നു. ആജീവനാന്തം മരണം വരെ അവർ ഇൻസുലിൻ എടുക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ 100 ഡയബറ്റീസ് രോഗികളുണ്ടെങ്കിൽ 1% താഴെയേ ഉള്ളൂ ടൈപ്പ് 1 ഡയബറ്റീസ്. 97% പേരും ടൈപ്പ് 2 ഡയബറ്റീസാണ്. പ്രായമായവരിൽ 30-35 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഡയബറ്റീസ് വരുന്നത്. അതിന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ പ്രാഥമിക കാരണം ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഇൻസുലിൻ്റെ ഉൽപ്പാദനക്കുറവല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. ഇൻസുലിനെ ടിഷ്യൂവിലേക്ക് കടത്തിവിടത്തില്ല. അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ ടിഷ്യൂവിലകത്ത് കയറിയാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് അതിലേക്ക് പഞ്ചസാര, രക്തത്തിലെ പഞ്ചസാര അകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം ഇൻസുലിൻ ഈസ് എ കീ ടു ദ ഡോർ ഓഫ് എൻട്രൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ ടിഷ്യൂസ്. അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ, റെസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ബ്ലഡിലെ ഷുഗർ കൂടും. അങ്ങനെയുള്ളവർക്ക് ആദ്യമെല്ലാം നമുക്ക് ടാബ്ലറ്റ്സിൽ പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ പറ്റും. ഒരു സ്റ്റേജ് വന്നാൽ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ അവരിൽ ഒരു 30% പേർക്കും ഇൻസുലിൻ ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് പ്രാഥമികമായിട്ടുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസും, ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പാങ്ക്രിയാസ് അമിതമായി വരികയും അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ ഉൽപ്പാദന ശക്തി അവരുടെ പാങ്ക്രിയാസിനെ നശിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസുകാർ ഇൻസുലിൻ എടുക്കേണ്ടി വരും.
ഇതാണ് കോമൺ. ഞാൻ പറഞ്ഞല്ലോ 96 to 97% ഇന്ത്യയിലെയും കേരളത്തിലെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മൂന്നാമത് വരുന്നതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണ സമയത്ത് ഷുഗർ ഉണ്ടാകുക, ഡെലിവറി പ്രസവം കഴിയുമ്പോൾ ഷുഗർ മാറും. പക്ഷേ അവർക്ക് ഒരു ജെനറ്റിക്കാണത്, ഫെമിലിയൽ ഡയബറ്റീസ് ഉള്ളവർക്കാണ് സാധാരണ അത് വരുന്നത്. അപ്പോൾ ഗർഭധാരണ സമയത്ത് ചിലപ്പോൾ ഡയറ്റ് കൊണ്ടോ മരുന്ന് കൊണ്ടോ മാറ്റാം. അവർക്ക് ഗുളികളൊന്നും പറ്റില്ല, ഇൻസുലിൻ തന്നെ കൊടുക്കും. അത് കഴിഞ്ഞാൽ അവരുടെ ഡയബറ്റീസ് മാറും. പക്ഷേ അവർ വേണ്ട രീതിയിലുള്ള വ്യായാമവും ഭക്ഷണ രീതിയും പാലിക്കേണ്ടി വരും. അതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പിന്നെ വരുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്. ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷുഗർ കൂടാം. പ്രധാനമായിട്ട് കോർട്ടിസോൺ, ഈ ആസ്മയ്ക്കെല്ലാം കൊടുക്കുന്ന മരുന്നാണ് കോർട്ടിസോൺ. കിഡ്നി ഡിസീസിന് കൊടുക്കുക, ചിലപ്പോൾ കോർട്ടിസോൺ കൊടുക്കും. അങ്ങനെയുള്ള ചില, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകൾ, ഇവർക്കെല്ലാം ഡയബറ്റീസ് ഉണ്ടാകും. അത് മരുന്ന് നിർത്തുമ്പോൾ മാറും. ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഡയബറ്റിക് ക്ലിനിക്കിൽ 21,000 പേഷ്യൻ്റ്, എൻ്റെ തന്നെ 21,000 പേഷ്യൻ്റ്. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ടാണ് 97% ടൈപ്പ് 2, 1% കുറവ് ടൈപ്പ് 1, മറ്റേ ശതമാനമേ വരുന്നുള്ളൂ ഈ ഡയബറ്റീസ് ഡ്രഗ് കൊണ്ടും ഇത് ഗർഭധാരണ സമയത്ത്.